സ്വത്താണല്ലോ. പേറും പേറ്റുനോവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ലേബർ റൂമില് ഭാര്യ കിടന്ന് കുത്തിമറിയും വേദന എടുത്ത്. പക്ഷെ ഈ ഭർത്താവ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചുമ്മാ ഇങ്ങനെ ഒലാത്തുക. ടെൻഷൻ കാണുമായിരിക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ ഒരു പല്ലുവേദനയെങ്കിലും വരാൻ പാടില്ലേ? അല്ലേ? ഒരു പല്ലുവേദനയെങ്കിലും വന്ന് അങ്ങനെ ഒരു സമത്വം വേണം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ പല്ല് പറിക്കുമ്പോൾ വേദന മാറി, പ്രസവിച്ചു കഴിയുമ്പോൾ പ്രസവനെ മാറി. അപ്പൊ രണ്ടും ഒരു തുല്യതയിൽ വന്നു. പിന്നെ വേണമെങ്കിൽ പറയാം, നമ്മുടെ അമ്മമാര് മക്കൾ കുസൃതി കാണിക്കുമ്പോൾ പറയും, എടാ നിന്നെ ഞാൻ നൊന്താടാ പ്രസവിച്ചത്. അപ്പൊ അച്ഛനോടിയൊന്ന് പറയാം, നിന്റെ അമ്മ അവിടെ കിടന്ന് നൊന്ത് വെറുമ്പോഴേ ഞാൻ അവിടെ നിന്ന് പല്ലുവേദന എടുത്ത് കുത്തി മറിയായിരുന്നടാ എന്ന് പറയാം. പ്രസവിച്ച് കഴിഞ്ഞാലാ ഉടനെ ഫോണെടുത്ത് വിളിക്കുക, ഹലോ എൻ്റെ ഭാര്യ പറ്റടാ സുഖപ്രസവം. സുഖപ്രസവ ഇതെങ്ങനെ പറയാൻ പറ്റും? ഈ പ്രസവം എന്ന് പറയുന്നത് ഇറച്ചിയും പൊറോട്ടയും തിന്നുന്ന പോലെയാണോ? ഈ പ്രസവവേദന എടുത്ത് കുത്തി മറിയുന്ന ആ പാവത്തിന്റെ വേദനയ്ക്ക് യാതൊരു വിലയില്ല. ഇനി പ്രസവിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞ കക്ഷി ഈ കട്ടിലിന്റെ ചുറ്റൂന്ന് മാറത്തില്ല. ഈ പെറ്റ വീടിന്റെ വീട്ടിൽ ഇങ്ങനെ പങ്ങി നിൽക്കുക. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ല, നിർത്തത്തില്ല പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ പെറ്റ പെണ്ണിൻ്റെ അടുത്ത് വരാൻ പാടില്ലെന്നുള്ളത്. ഏതായാലും 3 മാസം കഴിയണം 144 പ്രഖ്യാപിക്കുന്ന പോലെ. അത് കഴിഞ്ഞ് കയറാൻ പാടുള്ളൂ. പിന്നെ എൻ്റെ ഒരു അനിയത്തിയുടെ പേര് ശ്യാമളയാണ്, അനിയൻ്റെ പേര് സുഗുണൻ. അപ്പം ഈ ശ്യാമള പെറ്റു കിടക്കുന്ന മുറിയിൽ നിന്ന് സൂണൻ എന്ത് ചെയ്താൽ മാറത്തില്ല. അപ്പം എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഒരു ഇച്ചിരി ചിട്ടയും വട്ടവും അന്ധവിശ്വാസമൊക്കെ ഉള്ള അമ്മയാണ്. അപ്പം അമ്മ ഇതിലേ വരുമ്പോഴത്തേക്ക് സുഗുണൻ ഇതിലേ മാറി ശ്യാമളയെ ഒളിച്ച് മറിഞ്ഞ് നിൽക്കും. അപ്പം ശ്യാമള എങ്ങോട്ട് പോയി കഴിയുമ്പോൾ ശ്യാമളയുടെ കൈവിരൽ വെച്ചൊടിക്കുക, സ്നേഹം കാണിക്കുക, ഇങ്ങനെ ഭാര്യയുടെ കയ്യിൽ പിന്നെ തലയിലേക്ക് ഇങ്ങനെ മാടുക. ഇതൊക്കെയാണ് സുഗുണൻ്റെ പണി. അപ്പോൾ ഇതൊക്കെ കാണാം. അമ്മയ്ക്കാണെങ്കിൽ ആവശ്യം കയറും, അമ്മ സുഗുണാ ഇറങ്ങിപ്പോടാ അങ്ങനെ പറഞ്ഞ് അങ്ങനെ സുഗുണൻ പിണങ്ങി അങ്ങ് പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ കൊച്ചിനെ തള്ളേനെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ അനക്കോ ഇല്ല, ആവിയില്ല. പിന്നെടാ കേൾക്കുന്നു, ശ്യാമള 3 പ്രാവശ്യം ഇരട്ട വിറ്റ്. പിന്നെ ഈ കൊച്ച്. അപ്പൊ അങ്ങനെ ചിരട്ടയെന്ന് ആഴിയും പോലെ 7 മക്കള് എൻ്റെ അനിയത്തിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, എൻ്റെ അടി എന്തുവാടി ഇത്? ചേച്ചി അതെ എൻ്റെ അമ്മയോടുള്ള കലിപ്പ് തീർത്തതാ ചേട്ടൻ. 7 മക്കളെ